കസാഖിസ്ഥാനിലെ ബൈക്കനോർ കോസ്മോഡ്രോമിൽ നിന്ന് ഇന്ത്യൻ സമയം രാത്രി 8:17 കുതിച്ചുയരുന്ന റോസ്കോമോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ ഒരു മലയാളി സാന്നിധ്യം ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ യാത്രികനും US സ്പേസ് ഫോഴ്സിലെ കേണലുമായ ഡോക്ടർ അനിൽ മേനോൻ തന്റെ ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത് കേരളത്തിനും ഇന്ത്യക്കും ഒരുപോലെ വലിയ അഭിമാന നിമിഷമാണ് സമ്മാനിക്കുന്നത്. 8 മാസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഈ ദൗത്യത്തിൽ റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ഡൂബ്രോ, അന്ന കിഗീന എന്നിവരും അനിൽ മേനോനൊപ്പം പങ്കാളികളാകുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുപ്രധാനമായ ഈ യാത്രയ്ക്ക് മുന്നോടിയായി താൻ ദൗത്യത്തിന് പൂർണ്ണ സജ്ജനാണെന്ന് ഡോക്ടർ അനിൽ മേനോൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി. അതീവ ആവേശത്തിലാണെന്നും നാസയ്ക്കും തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഈ യാത്രയിൽ തനിക്കൊപ്പം ഉറച്ചു നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കർ മേനോന്റെയും യുക്രൈൻ സ്വദേശിനിയായ എലിസബത്ത് സൊമോങ്കോയുടെയും മകനായി അമേരിക്കയിലെ മിനിയോപോളിലാണ് അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നും ന്യൂറോബയോളജിയിൽ ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂളിൽ ചേർന്ന് അടിയന്തര വിഭാഗം ഡോക്ടറായി യോഗ്യത നേടി. പഠനകാലത്ത് തന്നെ ഇന്ത്യയുമായുള്ള തന്റെ വേരുകളും ബന്ധവും കാത്തു സൂക്ഷിക്കാൻ അനിൽ മേനോൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, US എയർഫോഴ്സിലെയും സ്പേസ് ഫോഴ്സിലെയും പൈലറ്റ്, സൈനികൻ എന്നിങ്ങനെ ഒട്ടനവധി മേഖലകളിൽ തന്റെ അസാധാരണ പ്രതിഭ തെളിയിച്ച് വിസ്മയിപ്പിക്കുന്ന ഒരു കാലം അനിൽ മേനോന്റെ മുൻ ജീവിതകാലത്തിനുണ്ട്. US എയർഫോഴ്സിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ അതീവ ദുർഘടമായ അതിർത്തി മേഖലകളിൽ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ദൗത്യത്തിൽ പങ്കെടുക്കുകയും യുദ്ധരംഗത്തെ സൈനികർക്ക് അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നൽകി മുൻനിരയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷന്റെ ഭാഗമായി എവറസ്റ്റ് കൊടുമുടി കയറുന്ന സഞ്ചാരികൾക്കായി ഏറ്റവും ഉയരമുള്ള മലനിരകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നയിക്കുകയും അവിടെ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റ നിരവധി മനുഷ്യരുടെ ജീവനുകൾ സാഹസികമായി രക്ഷിക്കുകയും ചെയ്തു. 1000-ലധികം മണിക്കൂറുകൾ വിവിധ യുദ്ധവിമാനങ്ങളും ചെറുവിമാനങ്ങളും പറത്തി പരിചയമുള്ള അനിൽ മേനോൻ ഒരു സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. 2014-ലാണ് ഡോക്ടർ അനിൽ മേനോൻ ഒരു ഫ്ലൈറ്റ് സർജനായി നാസയിൽ ഔദ്യോഗികമായി തന്റെ ബഹിരാകാശ സംബന്ധമായ സേവനം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം കഴിയുന്ന ബഹിരാകാശ യാത്രികരുടെ ശാരീരിക സുരക്ഷിതത്വവും ആരോഗ്യവും ഭൂമിയിലിരുന്ന് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് 2018-ൽ അദ്ദേഹം ലോക പ്രശസ്ത സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിൽ ചേർന്നു. സ്പേസ് എക്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യ സഹായത്തോടെയുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുന്നോടിയായി കമ്പനിയുടെ പ്രത്യേക ഏവിയേഷൻ മെഡിക്കൽ വിഭാഗത്തിന് ശക്തമായ അടിത്തറയിട്ടത് അനിൽ മേനോനാണ്. മനുഷ്യനെ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും എത്തിക്കാനായി അതിശക്തമായ സ്റ്റാർഷിപ്പ് പേടകത്തിന്റെ നിർമ്മാണ പ്രക്രിയയിലും അതിന്റെ സുരക്ഷാ മുൻകരുതലുകളിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. തുടർന്ന് 2021 ഡിസംബറിലാണ് ലോകമെമ്പാടുമുള്ള 10,000-കണക്കിന് പ്രേക്ഷകരിൽ നിന്നും നാസയുടെ ഔദ്യോഗിക ബഹിരാകാശ യാത്രികനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2 വർഷത്തിലേറെ നീണ്ട കഠിനവും അത്യന്തം വെല്ലുവിളികൾ നിറഞ്ഞതുമായ ശാരീരിക മാനസിക പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ ബഹിരാകാശ യാത്രയ്ക്ക് പൂർണ്ണ സജ്ജനായിരിക്കുന്നത്. ഇന്ന് രാത്രി ആരംഭിക്കുന്ന ദൗത്യത്തിലൂടെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന അനിൽ മേനോൻ അവിടെ 8 മാസത്തോളം നീളുന്ന വിപുലമായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ബഹിരാകാശ യാത്രകളിൽ നേരിടുന്ന ഗുരുതരമായ മെഡിക്കൽ വെല്ലുവിളികളെ കുറിച്ചുള്ള ഗവേഷണത്തിൽ അദ്ദേഹത്തിന്റെ ഈ വലിയ സാന്നിധ്യം ഏറെ നിർണായകമാണ്. പ്രധാനമായും ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യ ശരീരത്തിലെ രക്തയോട്ടം, രക്തക്കുഴലുകളുടെ ഘടന, ഹൃദയാരോഗ്യം എന്നിവയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അദ്ദേഹം പഠന വിധേയമാക്കും. അതോടൊപ്പം ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ളത്തിൽ നിന്നും നേരിട്ട് അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ മരുന്നുകളും മറ്റ് IV ദ്രാവകങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും അദ്ദേഹം പരീക്ഷിക്കും. ഇത് ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്ക് ഏറെ നിർണായകമാണ്. ഇതിനു പുറമെ അതിനൂതനമായ കമ്പ്യൂട്ടറുകൾക്കും AI സംവിധാനങ്ങൾക്കും ആവശ്യമായ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്ത് വെച്ച് നിർമ്മിക്കുന്ന പ്രക്രിയ മെച്ചപ്പെടുത്തും. ഭൂമിയിലെ ഡോക്ടർമാരുടെ തത്സമയ സഹായമില്ലാതെ ബഹിരാകാശ സഞ്ചാരികൾക്ക് സ്വയം രോഗനിർണയം നടത്താൻ സഹായിക്കുന്ന AI-യിൽ പ്രവർത്തിക്കുന്ന അൾട്രാസൗണ്ട് സ്കാനിംഗ് രീതികൾ വികസിപ്പിക്കാനും അദ്ദേഹം നേതൃത്വം നൽകും. വ്യക്തി ജീവിതത്തിലും ബഹിരാകാശ ജീവിതത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച കുടുംബമാണ് അനിൽ മേനോന്റേത്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന വിൽഹം മേനോനും ഒരു പ്രശസ്ത ബഹിരാകാശ യാത്രികയാണ്. 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സിന്റെ ചരിത്രപ്രസിദ്ധമായ പോരാളിസ് ഡോൺ
ദൗത്യത്തിലൂടെ 5 ദിവസത്തോളം ബഹിരാകാശത്ത് കഴിഞ്ഞ് വിജയകരമായി മടങ്ങിയെത്തിയ വ്യക്തിയാണ് അന്ന. ഇതോടെ ബഹിരാകാശ രംഗത്ത് സ്വന്തം കഴിവ് തെളിയിച്ച് ചരിത്രം കുറിച്ച ലോകത്തെ അതിവീരാളിയായ ദമ്പതികളിൽ ഒന്നായി അനിൽ മേനോനും അന്ന വിൽഹവും മാറിക്കഴിഞ്ഞു. 2 മക്കളുള്ള ഈ ദമ്പതികൾ ഇന്ന് ലോകമെമ്പാടുമുള്ള യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ്. ഡോക്ടർ അനിൽ മേനോന്റെ ഈ ദൗത്യത്തോടെ കേരളത്തിലെ പാലക്കാട് ജില്ല ആഗോള ബഹിരാകാശ ഭൂപടത്തിൽ ഒരു അത്യപൂർവ നേട്ടം സ്വന്തമാക്കുകയാണ്. ഓരോ ജില്ലയിലുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഇപ്പോൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. ഇന്ന് ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന നാസയുടെ മലയാളി സഞ്ചാരി അനിൽ മേനോൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോൻ കൂടാതെ ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാട് നെന്മാറ സ്വദേശിയായ വ്യോമസേന പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവരിലൂടെ പാലക്കാടിന് ഇന്ന് 3 ഇരട്ടി മധുരമുള്ള നേട്ടമായി മാറുന്നു. അനിൽ മേനോന്റെ ഈ അഭിമാന യാത്രയെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ നാടായ ഒറ്റപ്പാലത്തെയും അനുസ്മരിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമയം ഇന്ന് 8:17 ആരംഭിക്കുന്ന ഈ വിക്ഷേപ ചടങ്ങുകൾ നാസ പ്ലസ്, ആമസോൺ പ്രൈം, നാസയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ എന്നിവയിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. 2027 ഏപ്രിലിൽ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം സുരക്ഷിതനായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തും. ഈ ചരിത്ര നിമിഷത്തിൽ അനിൽ മേനോനും സംഘത്തിനും സുരക്ഷിതവും വിജയകരവുമായ ബഹിരാകാശ യാത്ര നേരാൻ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒരൊറ്റ മനസ്സോടെ കാത്തിരിക്കുകയാണ്.